പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് ജനകീയ വികസന പത്രിക 2025 പ്രകാശനം ചെയ്തു. നാളത്തെ പെരുമണ്ണയെ വിഭാവനം ചെയ്യുന്ന പത്രിക കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് തയ്യാറാക്കിയത്. ആ ചാലിയാർപ്പുഴയ്ക്ക് കുറുകെ റെഗുലേറ്ററി കമ്മിറ്റി സ്ഥാപിക്കുന്ന സമയത്ത് അത് സ്ഥാപിച്ച അന്ന് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തരം സമ്മേളനങ്ങളിലും കൃത്യമായുള്ള പ്രമേയങ്ങൾ രൂപപ്പെട്ടു വരാറുണ്ട്. ആ പ്രമേയങ്ങൾ ചാലിയാറിലെ റെഗുലേറ്ററി കമ്മിറ്റിന് മുകളിലുള്ള ശുദ്ധജലത്തെ എങ്ങനെയാണ് നമ്മുടെ നാടിന്റെ വികസന പ്രക്രിയക്കകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി സാധ്യമാവുക എന്നതാണ്. പക്ഷെ അത് ചർച്ചകൾക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറത്തേക്ക് പ്രമേയങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി സാധ്യമായിരുന്നില്ല. എന്നാൽ ഈ ഭരണസമിതിയുടെ കാലത്ത് ആ പദ്ധതിയെ എങ്ങനെ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധ്യമാകും? പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തു. കോഴിക്കോട് CWRDM-നെ നമ്മൾ ബന്ധപ്പെട്ടു. അവർ ആവശ്യപ്പെട്ടിട്ടുള്ള പണം ഏതാണ്ട് 10 ലക്ഷം രൂപയോളം നമ്മൾ വകയിരുത്തി CWRDM-ന് പണം കൈമാറി. എങ്ങനെയാണ് ഈ പദ്ധതിയുടെ ഒരു പഠന പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി സാധ്യമാവുക? അത് CWRDM ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായി അതിന്റെ പേര് നമ്മൾ ഇട്ടു, കൃഷി സമൃദ്ധി ജലസമൃദ്ധി പദ്ധതി. ആ കൃഷി സമൃദ്ധി ജലസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് കൃത്യമായിട്ട് ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് CWRDM നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റഡി റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത് നടത്തി പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയല്ല എന്ന നല്ല ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ മറ്റ് വിവിധ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ധനസഹായം ലഭ്യമാക്കുകയാണെങ്കിൽ മാത്രമേ പെരുമണ്ണയ്ക്കും പെരുവയലിനും ഉൾപ്പെടെ സഹായകരമാകുന്ന രീതി. അതിന്റെ ഒരു പ്രധാന പ്രശ്നം കൊടിയത്തൂർ, കാരശ്ശേരി, മാവൂർ, ചാത്തമംഗലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് കൂടുതലാണ്. എന്നാൽ ഈ പദ്ധതി വന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് പെരുമണ്ണ പഞ്ചായത്ത് പൂർണ്ണമായും, അപ്പുറത്തെ പെരുവയൽ പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളിൽ. കാരണം ഇതിന്റെ പഠന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് സംവിധാനങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ശാസ്ത്രീയമായി ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും സംവിധാനങ്ങളുണ്ട്. പക്ഷെ ആ സംവിധാനങ്ങളൊന്നും തന്നെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന അഭിപ്രായം ഇത്തരമൊരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഏതാണ്ട് 90% മേഖലയുമുണ്ട്. എന്നാൽ ഒരു 10% മേഖല എന്ന് പറയുന്നത് ഇത് ശാസ്ത്രീയമായി പഠനം നടത്തി അതിനാവശ്യമായുള്ള റിപ്പോർട്ടുകൾ, ഡോക്യുമെന്റുകൾ സമയബന്ധിതമായി ലഭ്യമാക്കാത്ത സ്ഥിതിവിശേഷം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ആസൂത്രണ പ്രക്രിയയെ, വികസനത്തെ പുറകോട്ടടിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള ഒരു സംഘടന ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിനെ സഹായിച്ചതിലുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഈ വികസന പത്രികയുടെ പ്രകാശനം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിച്ചു.